ആൻഡ് സി എഡ്യൂമെന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി. നമ്മൾ അക്കൗണ്ടൻസിയുടെ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് പാർട്ട് 1. അവിടെ നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിംഗ് ഇക്വേഷൻ, ദെൻ പ്രിപ്പറേഷൻ ഓഫ് ജേർണലൈസിംഗ്, ദെൻ ലെഡ്ജർ, പോസ്റ്റിംഗ്, ബാലൻസിങ്, ഇതെല്ലാം നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ബിസിനസ് സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻ നടക്കും. അതിൽ ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം ജേർണലിൽ റെക്കോർഡ് ചെയ്യും. ജേർണലിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? പോസ്റ്റിംഗ് നടത്തും. അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് നടത്തും. അപ്പൊ അവിടെ നമ്മൾ പലതരത്തില് നമ്മൾ ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പലതരം ട്രാൻസാക്ഷൻസ് വരും. ആ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ഈ ജേർണൽ എന്ന ബുക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ പലതരം ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഒരു ജേർണൽ എൻട്രി വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ജേർണൽ എൻട്രി എഴുതുന്നു. ദെൻ നമ്മൾ ആ ജേർണൽ എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് നമ്മൾ ഇതിനെ പോസ്റ്റിംഗ് നടത്തുന്നു. അപ്പൊ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് സ്ഥാപനമാണ്, ഒരു ചെറുകിട ബിസിനസ് സ്ഥാപനമാണെങ്കിൽ, അല്ലെങ്കിൽ പരമാവധി 50-60 ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ എല്ലാം ജേർണലിൽ എഴുതിയാൽ മതിയാകും. പക്ഷേ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഒരു ലാർജ് സ്കെയിൽ ബിസിനസ് സ്ഥാപനവും അതെല്ലാം നമ്മുടെ ബിസിനസ് സ്ഥാപനം നടക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ എണ്ണം വളരെ വലുതാവുകയാണെങ്കിൽ, വളരെ കൂടുതൽ ട്രാൻസാക്ഷൻസ് നമ്മുടെ ബിസിനസ് സ്ഥാപനം നടക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ജേർണൽ എന്ന ബുക്കിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നത് വളരെ പ്രയാസമേറിയ ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതൊരു ഇൻകൺവീനിയന്റ് ആണ്, വളരെ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ട്രാൻസാക്ഷൻസിന്റെ ചെക്കിങ് നടക്കണമെങ്കിൽ തന്നെ അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇതെല്ലാം ജേർണൽ എൻട്രി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ നമുക്ക് എന്ത് മതി? ഒരു സിംഗിൾ ജേർണൽ ബുക്ക് മതിയാകും ഈ ഡീറ്റെയിൽസ്, ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി. പക്ഷേ ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണ്, കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരു സിംഗിൾ ജേർണൽ മാത്രം ഈസി ആവത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള ഈ ജേർണലത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തു പലതരത്തിലുള്ള ഡേ ബുക്കുകളാക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ അവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു ഡേ ബുക്കിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ബിസിനസ് സ്ഥാപനത്തിന് ഒരു ജേർണൽ മാത്രം മതിയാവുകയാണെങ്കിൽ, വലിയൊരു ബിസിനസ് സ്ഥാപനമാണ്, ട്രാൻസാക്ഷൻസ് വളരെ വലുതാണെങ്കിൽ അവിടെ ഇൻകൺവീനിയന്റ് ആണ്, ഇംപ്രാക്ടിക്കബിളും ആണ് ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ വൺ ജേർണൽ. അവിടെ എന്ത് നമുക്ക് വേണ്ടി വരുന്നു? ദർ നീഡ് ഫോർ ഡിവിഷൻ ഓഫ് ജേർണൽ. അവിടെ നമ്മൾ ജേർണലിനെ ഡിവൈഡ് ചെയ്യുന്നു, ചെറിയ ചെറിയ ഡേ ബുക്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, റെസീപ്റ്റ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ്, എത്ര രൂപ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുന്നു, എത്ര രൂപ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു. അപ്പം ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരൊറ്റ ജേർണലിലോട്ട് മാറ്റാൻ പറ്റും, ഒറ്റ ഡേ ബുക്കിലോട്ട് മാറ്റാൻ സാധിക്കും. അതിനെ പറഞ്ഞ പേര് ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ പറയുന്നു. ദെൻ ക്രെഡിറ്റ് പർച്ചേസസ്, നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങുകയാണെങ്കിൽ ആ പർച്ചേസ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പർച്ചേസസ് ഡേ ബുക്കിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ നമുക്കും ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് പർച്ചേസസും ക്യാഷ് സെയിൽസും നമ്മൾ എവിടെ ആക്കുന്നുണ്ട്? ക്യാഷ് ബുക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്രെഡിറ്റ് പർച്ചേസ് എല്ലാം കൂടെ നമ്മൾ എവിടെയാണ്? പർച്ചേസസ് ഡേ ബുക്കിലോട്ടും ദെൻ ക്രെഡിറ്റ് സെയിൽസ് എല്ലാം നമ്മൾ സെയിൽസ് ഡേ ബുക്കിലോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ദ ഡിവിഷൻ ഓഫ് ഒറിജിനൽ എൻട്രി ഇൻടു ഡിഫറെന്റ് ഡേ ബുക്ക് ഈസ് കോൾഡ് ദ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻ എല്ലാം കൂടെ നമ്മൾ ഒരൊറ്റ ഡേ ബുക്കിലോട്ട് മാറ്റുന്നു. അവിടെ നമ്മൾ ജേർണലിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഒരൊറ്റ ജേർണലിൽ എഴുതുമ്പോൾ എന്തായിരിക്കും? ഈ ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നു. ആ ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് ഒരു ജേർണൽ എൻട്രി തപ്പിയെടുക്കുക, അതെല്ലാം കൂടെ കുഴഞ്ഞിരിക്കുകയാണ് അവിയല് പോലെ. അപ്പൊ അവിടെ നമുക്ക് ശരിക്കും ഒരു ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ, എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചാൽ, എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാനും വളരെ പാടായിരിക്കും എവിടെ മിസ്റ്റേക്സ് സംഭവിച്ചു. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും നല്ലത് ഈ ജേർണലിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ സബ് ഡിവിഷൻ ഓഫ് ജേർണലാക്കി മാറ്റും നമ്മൾ. അതിന് പറഞ്ഞ പേരാണ് സ്പെഷ്യൽ ജേർണൽസ്, നമ്മൾ അതിനെ പറയുന്നു.
അല്ലെങ്കിൽ ഒന്നുകിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന് പറയുന്നു, അതല്ല എങ്കിൽ സ്പെഷ്യൽ ജേണൽസ് എന്ന് പറയുന്നു. വേറൊരു വാക്ക് ഡേ ബുക്ക് എന്ന് നമ്മൾ ഇവയെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 4th ചാപ്റ്ററിൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ പാർട്ട് 2 എന്ന 4th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ ഡേ ബുക്കുകളെ കുറിച്ചാണ്. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം വലുതാണെങ്കിൽ നമുക്ക് എന്ത് മതിയാവും? ഒരു ജേണൽ മതിയാവും. അതിലെല്ലാം സ്ഥാപനത്തിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷേ സ്ഥാപനം വലുതാണ്, ട്രാൻസാക്ഷൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഒരൊറ്റ ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊരു ഇൻകൺവീനിയന്റ് ആണ്, ഇംപ്രാക്ടിക്കലുമാണ്, ഡിഫിക്കൽട്ടായ ഒരു പ്രൊസീജിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ജേണലിൽ നമ്മൾ ചെറിയ ചെറിയ ഡേ ബുക്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ പറഞ്ഞ പേര് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും എവിടെ മാറ്റിയാൽ മതി? ക്യാഷ് ട്രാൻസാക്ഷൻ, സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. അത് എപ്പോഴും ഓർമ്മിക്കുക. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ക്യാഷ് ബുക്കിലോട്ട് മാറ്റുന്നു. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് എല്ലാം പർച്ചേസസ് ഡേ ബുക്കിലോട്ട് മാറ്റുന്നു. ക്രെഡിറ്റ് സെയിൽസ് എല്ലാം സെയിൽസ് ഡേ ബുക്കിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഡേ ബുക്കുകളിൽ അല്ലാതെ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ വേറൊരു പ്രത്യേക ഡേ ബുക്ക് തയ്യാറാക്കുന്നു, ജേണൽ പ്രോപ്പർ എന്ന് ഒരു സെപ്പറേറ്റ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നു. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ക്യാഷ് ബുക്കും ദെൻ പർച്ചേസസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്ക് പോലെ 7 എണ്ണം നമുക്ക് തയ്യാറാക്കണം. അതിൽ 7ാമത്തേത് എന്ന് പറഞ്ഞാൽ മുകളിൽ പറയുന്ന 6 എണ്ണത്തിലും റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മളൊരു സെപ്പറേറ്റ് ബുക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, റെക്കോർഡ് ചെയ്യും. ആ ബുക്കിന് പറഞ്ഞ പേര് ജേണൽ പ്രോപ്പർ. നമുക്കത് ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് എന്താണ്? സബ് ഡിവിഷൻ ഓഫ് ജേണൽ. നമ്മുടെ ജേണൽ നമ്മൾ ഡേ ബുക്കുകളായി ഡിവൈഡ് ചെയ്യുന്നു, ചെറിയ ചെറിയ ബുക്കുകളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രയോജനം? ജേണൽ നമുക്ക് ഒരൊറ്റ ജേണലിൽ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്താൽ പോരെ നമുക്ക് ചിന്തിക്കുക. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മാർഗം, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താം, ദെൻ എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതെല്ലാം തന്നെ സബ് ഡിവിഷൻ ഓഫ് ജേണലിന്റെ ഗുണങ്ങളാണ്. നമുക്ക് നോക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഈ സബ് ഡിവിഷൻ ഓഫ് ജേണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ. അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ ജേണൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്തൊക്കെയായിരിക്കാം? നമുക്ക് നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ജേണൽ ഈസ് ദ പ്രൈമറി ബുക്കാണ്, ദെൻ ജേണൽ ഈസ് ദ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു, ദെൻ ജേണൽ ഈസ് ദ ഒറിജിനൽ ബുക്ക് ഓഫ് റെക്കോർഡിംഗ് ആണ് നമ്മൾ പഠിച്ചിരുന്നത്. കാരണം ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മാർഗവും നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയ മാർഗവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ ജേണൽ? എന്താണ് ഒന്നാമത്തേത്? ദിസ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ സേവ്സ് ലേബർ ആൻഡ് ടൈം. എന്താണ് മക്കളെ ഒന്നാമത്തേത്? സേവ്സ്, നമുക്ക് സഹായിക്കുന്നു. എങ്ങനെയാണ്? നമ്മുടെ തൊഴിൽ നമുക്ക് അധികം വർക്ക് ലോഡ് വരുന്നില്ല, ആൻഡ് ടൈം ഓൾസോ, നമുക്ക് അധികം സമയം എടുക്കുന്നില്ല. കൂടുതൽ സമയം ജേർണലൈസിങ്ങിന് വേണ്ടിയും റെക്കോർഡിങ്ങിന് വേണ്ടി പോസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് കളയുന്നില്ല. കാരണം അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമുക്ക് പഠിക്കാം. രണ്ടാമത്തേതാണെന്ന് വെച്ചാൽ ഇറ്റ് മേക്സ് പോസിബിൾ, സബ് ഡിവിഷൻ ഓഫ് ജേർണൽ മേക്സ് പോസിബിൾ ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ? തൊഴിൽ വിഭജനം. നമ്മൾ നേരത്തെ പറഞ്ഞു ജേണൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബുക്കാണ്. ആ ഒരൊറ്റ ബുക്കും കൃത്യമായി ഒരൊറ്റ ക്ലർക്ക് തയ്യാറാക്കിയാൽ മാത്രമേ കൃത്യമായി അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പലതരം ഡേ ബുക്കാണ് തയ്യാറാക്കുന്നത്, പലതരം സ്പെഷ്യൽ ജേണൽസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അത് ഓരോ ജോലിയും ഓരോ ക്ലർക്കുമാരെ നമുക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ ഒരു ക്ലർക്ക്, പർച്ചേസസ് ഡേ ബുക്ക് തയ്യാറാക്കാൻ വേറൊരു ക്ലർക്ക്, ദെൻ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കാൻ വേറൊരു ക്ലർക്ക്. അങ്ങനെ ആകുമ്പോഴേക്കും ഒരൊറ്റ ക്ലർക്ക് തന്നെ ഈ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന ജോബും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു, തൊഴിൽ വിഭജനം നടത്തുകയാണ്. ഓരോ ക്ലർക്കുമാരെയും നമ്മൾ ഓരോ ഡേ ബുക്ക് തയ്യാറാക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. എങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു ദിസ് സ്പെഷ്യൽ ജേണൽ മേക്സ് അല്ലെങ്കിൽ സേവ്സ് ലേബർ ആൻഡ് ടൈം. നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്നുണ്ട്, അതോടൊപ്പം സമയ ലാഭം. ഓക്കെ, ടൈം ആൻഡ് ലേബർ, സേവ്സ്
ടൈം ആൻഡ് ലേബർ. ഓക്കെ, വർക്ക് ലോഡ് കുറയ്ക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സമയവും നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഒരു ക്ലർക്ക് ഈ ജേർണൽ എല്ലാ ജേർണൽ എൻട്രിയും എഴുതുന്നേക്കാൾ എളുപ്പമാണ് 2-3 ക്ലർക്കുമാര് ഓരോ ജേർണൽ വീതം തയ്യാറാക്കുന്നത്. അപ്പൊ അവർക്കറിയാം എന്തുമാത്രം ക്യാഷ് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഒരു ക്ലർക്കിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയാവും എന്തുമാത്രം ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടായി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഓൺ ദി സ്പോട്ട് ഇൻഫോർമേഷനും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ഇറ്റ് പ്രിവെന്റ്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. സ്പെഷ്യൽ ജേർണൽസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് അധികം എറേഴ്സ് ഉണ്ടാകില്ല. കാരണം ക്യാഷ് ബുക്കിന്റെ കാര്യം മാത്രം, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം ഒരു ക്ലർക്ക് നോക്കുന്നുണ്ട്. അപ്പൊ അത് അവിടുത്തെ ട്രാൻസാക്ഷൻസിന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി നടക്കുന്നുണ്ട്. എത്ര ക്യാഷ് കിട്ടുന്നു, എത്ര ക്യാഷ് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ഫ്രോഡ്, എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉള്ളത്, എന്തെങ്കിലും അഴിമതികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു, അത് ഉടനെ തടസ്സപ്പെടുത്താനും സാധിക്കുന്നു, പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. അപ്പം മിസ്റ്റേക്സ്, എറേഴ്സ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. മിസ്റ്റേക്സ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു, ഫ്രോഡ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഓരോ ജേർണലും ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണെങ്കിൽ then നമുക്ക് പറയാം the information about each class of transaction will be readily available. നമുക്കറിയാം ക്യാഷ് ബുക്ക് മാത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മറ്റൊരു ബാലൻസ് ഓഫ് ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് സാധിക്കും. എന്തുമാത്രം ക്രെഡിറ്റ് പർച്ചേസ് നടന്നു നമുക്ക് ചോദിച്ചാൽ മതി. പർച്ചേസസ് ഡേ ബുക്ക് തയ്യാറാക്കുന്ന ക്ലർക്കിനടുത്ത് ചോദിക്കാം എന്തുമാത്രം ക്രെഡിറ്റ് പർച്ചേസ് നടന്നു. അതല്ല നമുക്ക് ഏതെങ്കിലും നമ്മൾ ഒരൊറ്റ ജേർണലിലാണ് ഇവ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മുഴുവനും പരിശോധിക്കേണ്ടതേ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു പാടാണ്, നമുക്കൊരു ഡിഫിക്കൽട്ടായ ഒരു പ്രൊസീജിയറാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ സബ് ഡിവിഷൻ ഓഫ് ജേർണൽ വരെ പ്രകാരം നമുക്ക് ഏത് ട്രാൻസാക്ഷൻസിന്റെയും ഇൻഫോർമേഷൻ റെഡിലി അവൈലബിൾ ആയി നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കോർഡ് മോർ ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻസ് ലൈക്ക് ക്വാണ്ടിറ്റി, റേറ്റ്, ട്രേഡ് ഡിസ്കൗണ്ട് എക്സെട്ര. നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ജേർണലിലാകുമ്പോൾ നമുക്ക് എല്ലാവിധ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ പർച്ചേസസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും ഒക്കെ തയ്യാറാക്കുമ്പോൾ എന്തുമാത്രം കിലോ, ക്വാണ്ടിറ്റി എത്ര വാങ്ങിച്ചു, അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എത്ര കിലോ സാധനത്തിന്റെ എത്ര റേറ്റ് എത്താണ്, പെർ kg എത്ര റേറ്റ് ആണ്, ഓക്കെ, നമുക്കപ്പോ കൃത്യമായിട്ട് ക്വാണ്ടിറ്റിയും റേറ്റും ദെൻ ഓരോ ട്രേഡ് ഡിസ്കൗണ്ടിന്റെ എത്ര ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായി എന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ജേർണൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് സാധിക്കും. ഈ ക്വാണ്ടിറ്റി, റേറ്റ്, ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും തന്നെ നമുക്ക് എവിടെ കാണിക്കുന്നില്ല. ജേർണൽ എഴുതുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് അധികം നൽകാറില്ല. അപ്പൊ ഇത് ഇത്രയാണ് പ്രധാനമായിട്ടും അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ ജേർണൽ. ഒന്നാമത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മുടെ സ്ഥാപനത്തിലെ ജേർണൽ എന്ന് പറഞ്ഞ വർക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് ഓരോ ക്ലർക്കുമാരെയും ഏൽപ്പിക്കുന്നു. അതിന്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡിവിഷൻ ഓഫ് വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ക്യാഷ് ബുക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ക്ലർക്ക് എന്തായി മാറുന്നു, എക്സ്പേർട്ടായി മാറുന്നു, സ്പെഷ്യലിസ്റ്റ് ആയി മാറുന്നു. അദ്ദേഹം ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ഒക്കെ കുറഞ്ഞു പിന്നെ അദ്ദേഹം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നതിൽ ഒരു സ്പെഷ്യലിസ്റ്റ്, വിദഗ്ധനായി മാറുന്നു. അപ്പൊ അവിടെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം അതാണ്, ഓരോ എംപ്ലോയീസും എന്തായി മാറുന്നു, സ്പെഷ്യലിസ്റ്റുകളായി മാറുന്നു. അവരുടെ ജോലി അവര് എഫിഷ്യന്റ് ആക്കി മാറ്റുന്നു. ഇപ്പൊ പർച്ചേസസ് ഡേ ബുക്ക് തയ്യാറാക്കുന്ന ക്ലർക്ക് എല്ലാ ദിവസവും പർച്ചേസസ് ഡേ ബുക്ക് തയ്യാറാക്കി മിസ്റ്റേക്സിന്റെ അളവ് കുറയുന്നു. then he will become specialist. Okay, അങ്ങനെ നമുക്ക് ഡിവിഷൻ ഓഫ് വർക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. then ടൈം, ലേബർ, വർക്ക് ലോഡ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, സമയം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. then മിസ്റ്റേക്സ്, ഫ്രോഡ് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇൻഫോർമേഷൻസ് എല്ലാം റെഡിലി അവൈലബിൾ ആണ്. then ലാസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ക്വാണ്ടിറ്റി, റേറ്റ്, ട്രേഡ് ഡിസ്കൗണ്ട് ഇവയെല്ലാം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. ഇൻ ദ കേസ് ഓഫ് വി ആർ ഡൂയിങ് സബ് ഡിവിഷൻ ഓഫ് ജേർണൽ. ഓക്കെ, എന്താണ് സബ് ഡിവിഷൻ ഓഫ് ജേർണൽ? നമ്മുടെ ജേർണൽ എന്ന ബുക്കിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ഡേ ബുക്കുകളാക്കി മാറ്റുന്നു, സ്പെഷ്യൽ ജേർണൽസുകളാക്കി മാറ്റുന്നു. അവയെ പറഞ്ഞ പേരാണ് സബ് ഡിവിഷൻ ഓഫ് ജേർണൽ. ഓക്കെ, നമുക്ക് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേർണൽ, എന്തുമാത്രം ഏതൊക്കെ തരത്തിലുള്ള സ്പെഷ്യൽ ജേർണലുകൾ നമ്മൾ തയ്യാറാക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 7 തരം സ്പെഷ്യൽ ജേർണൽസ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒന്നാമത്തേത് ക്യാഷ് ബുക്ക്, നേരത്തെ പറഞ്ഞു. ഒന്നാമത്തേത് ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് പർച്ചേസസ് ഡേ ബുക്ക്, ഒന്നാമത്തേത് ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് പർച്ചേസസ് ഡേ ബുക്ക്, മൂന്നാമത്തേത് സെയിൽസ് ഡേ ബുക്ക്, നാലാമത്തേത് പർച്ചേസസ് റിട്ടേൺസ്,
പർച്ചേസസ് റിട്ടേൺസ് ഡേ ബുക്ക്. അഞ്ചാമത്തേത് സെയിൽസ് റിട്ടേൺ ബുക്ക്. ആറാമത്തേത് ബിൽസ് റിസീവബിൾ ബുക്ക്. ഏഴാമത്തേത് ബിൽസ് പേയബിൾ ബുക്ക്. ഓക്കെ, അപ്പൊ ഈ 7 എണ്ണമാണ് പ്രധാനമായിട്ട് നമുക്ക് തയ്യാറാക്കേണ്ടി വരുന്നത്. ഈ 7 എണ്ണത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ്, ഈ 7 നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വേറൊരു സെപ്പറേറ്റ് ബുക്ക് ഉണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ജേർണൽ പ്രോപ്പർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അസറ്റ്, ഫിക്സഡ് അസറ്റ്സ് നമ്മൾ എന്താണ് ക്രെഡിറ്റ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ, ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ക്രെഡിറ്റ് കടമായിട്ട് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് നമ്മൾ കടമായിട്ട് വിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് അങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴൊക്കെ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഈ ഡേ ബുക്കിൽ നിന്നും റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അവയെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേർണൽ പ്രോപ്പർ. ഇവയെല്ലാമാണ് പ്രധാനമായിട്ടും. അതിൽ നമ്മൾ ബിൽസ് റിസീവബിൾ ബുക്കും ബിൽസ് പേയബിൾ ബുക്കും ഫസ്റ്റ് ഇയറിന്റെ തന്നെ +1 അക്കൗണ്ടൻസിൽ തന്നെ നമുക്ക് വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത് രണ്ടും പഠിക്കണ്ട, പക്ഷെ ബാക്കിയുള്ള 5 ഡേ ബുക്കുകളും നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചു തീർക്കുന്നതാണ്. അതൊക്കെയാണ്: ഒന്നാമത്തേത് ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് പർച്ചേസസ് ഡേ ബുക്ക്, മൂന്നാമത്തേത് സെയിൽസ് ഡേ ബുക്ക്, നാലാമത്തേത് പർച്ചേസസ് റിട്ടേൺസ്, അഞ്ചാമത്തേത് സെയിൽസ് റിട്ടേൺസ്. ഓക്കെ, ഓർമ്മിക്കുക, ഇതിലൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സെപ്പറേറ്റ് ബുക്കിനെ പറഞ്ഞ പേര് ഏതാണ്? ജേർണൽ പ്രോപ്പർ എന്ന് പറയുന്നു. നമ്മൾ അതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്യാഷ് ബുക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാത്തരം ക്യാഷ് ട്രാൻസാക്ഷൻസ്, എല്ലാത്തരം പണപരമായ ഇടപാടുകളും, ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ബുക്ക് അല്ലെങ്കിൽ സബ്സിഡറി ജേർണൽ ബുക്കാണ് ഡേ ബുക്ക്. ഒരു എല്ലാത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ, അത് പ്രോഫിറ്റ് ലക്ഷ്യമിടുന്ന ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, എല്ലാത്തരം ബിസിനസ് സ്ഥാപനങ്ങളും തയ്യാറാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് സ്പെഷ്യൽ ജേർണലിനെ പറഞ്ഞ പേരാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നു? റെക്കോർഡ് ഓൾ റെസീപ്റ്റ്സ് ഓഫ് ക്യാഷ് ആൻഡ് ഓൾ പേയ്മെന്റ്സ് ഓഫ് ക്യാഷ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തുമാത്രം ക്യാഷ് കിട്ടി, എന്തുമാത്രം ക്യാഷ് പേയ്മെന്റ് നടത്തി, ഓക്കെ, എന്തുമാത്രം ക്യാഷ് നമ്മൾ കൊടുത്തു, എത്ര രൂപ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, എത്ര രൂപ ക്യാഷ് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പോയി എന്നുള്ളതല്ല. അപ്പം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റെക്കോർഡിംഗ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് ക്യാഷ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് ക്യാഷ്. ബിസിനസ് സ്ഥാപനത്തില് ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡേ ബുക്ക് അല്ലെങ്കിൽ സബ്സിഡറി ബുക്കിനെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഈ ക്യാഷ് ബുക്കിന് 2 വശങ്ങളുണ്ട്. നമ്മൾ പഠിക്കും ക്യാഷ് ബുക്ക് 2 വശങ്ങളുണ്ട്, ഒരു റെസീറ്റ് സൈഡും ഒരു പേയ്മെന്റ് സൈഡും. റെസീറ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ്, ഇടതുവശം നമ്മൾ അക്കൗണ്ട് പോലാണ് ഒരു ക്യാഷ് ബുക്കിനെ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം ക്യാഷ് ബുക്ക് സേവ്സ് ആസ് എ ബോത്ത് ജേർണൽ ആൻഡ് ലെഡ്ജർ. എന്താണ്? ഒരു ജേർണലുമാണ് ലെഡ്ജറുമാണ്. എന്തുകൊണ്ട് ക്യാഷ് ബുക്കിനെ ജേർണൽ എന്നും ledger and ledger? A cash book is both a journal and a ledger. Cash book is both a journal and a ledger. എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്ക് ജേർണലുമാണ് ലെഡ്ജറുമാണെന്ന് പറയാൻ കാരണം? നമുക്ക് പഴയ രീതി ആയിരുന്നെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതുപോലെ ആയിരുന്നെങ്കിൽ, ക്യാഷ് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എവിടെ റെക്കോർഡ് ചെയ്യുന്നു? ജേർണൽ റെക്കോർഡ് ചെയ്യുന്നു. ഫസ്റ്റ് എൻട്രി ചെയ്യുന്നത് ജേർണലിലാണ്. ദെൻ നമ്മൾ അതിനെ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സബ് ഡിവിഷൻ ഓഫ് ജേർണൽ വരുമ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് ഒരു അക്കൗണ്ട് ഫോർമാറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് 2 വശമുണ്ട്, ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിന് നമ്മൾ റെസിപ്റ്റ് സൈഡ് എന്നും ക്രെഡിറ്റ് സൈഡിന് നമ്മൾ പേയ്മെന്റ് സൈഡ് എന്നും പറയുന്നു. അപ്പൊ നമ്മൾ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ഈ ക്യാഷ് ബുക്കിലായതുകൊണ്ട് അത് ജേർണലിന്റെ ജോലി ചെയ്യുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതൊരു അക്കൗണ്ട് ഫോർമാറ്റിലാണ് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ലെഡ്ജർ എന്നും പറയുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കൊള്ളുക. ക്യാഷ് ബുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് ക്യാഷ് ബുക്ക് ഈസ് ആസ് എ ജേർണൽ ആൻഡ് ലെഡ്ജർ? രണ്ടുമാണ് ക്യാഷ് ബുക്ക്. എന്തുകൊണ്ടാണ്? ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഒറിജിനലി റെക്കോർഡഡ് ഇൻ ദ ക്യാഷ് ബുക്ക്.
അതോടൊപ്പം ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആസ് ആൻ അക്കൗണ്ട് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ആൻ അക്കൗണ്ട്. ഇറ്റ് ഹാസ് ടു സൈഡ്, ഒരു ഡെബിറ്റ് സൈഡ്, ഒരു ക്രെഡിറ്റ് സൈഡ്. ദാറ്റ് ഈസ് എ റെസീപ്റ്റ് സൈഡ് ആൻഡ് പേയ്മെന്റ് സൈഡ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഫോർമാറ്റിലാണ് നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് കൊണ്ട് ഇത് ലെഡ്ജർ എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ഒരു ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്സിഡറി ബുക്കാണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽ നമ്മൾ ഇതിന് പറയുന്നു. ഏത് തരത്തിലുള്ള സ്ഥാപനമായിക്കോട്ടെ, എല്ലാത്തിലും, അത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എല്ലാത്തരം ബിസിനസ് സ്ഥാപനങ്ങളും തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്ന് രണ്ട് സൈഡുണ്ട്, മറക്കരുത്. ഒരു റെസീപ്റ്റ് സൈഡും ഒരു പേയ്മെന്റ് സൈഡും. ഡെബിറ്റ് സൈഡ് നമ്മൾ റെസീപ്റ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് നമ്മൾ പേയ്മെന്റ് സൈഡ് എന്ന് പറയുന്നു. ഓക്കെ, ക്യാഷ് ബുക്കിനെ എന്തുകൊണ്ട് ജേണൽ എന്നും ലെഡ്ജർ എന്നും പറയാൻ കാരണം, നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം ഒറിജിനലി റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡ്രോൺ ആസ് എ ലെഡ്ജർ ഫോർമാറ്റ് ഓഫ് ആൻ അക്കൗണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഈ പാഠത്തിൽ തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് എന്തൊക്കെയാണ് നമുക്ക് അടുത്ത് നോക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് പ്രധാനമായിട്ടും 5 തരമുണ്ട്. ഓക്കെ, ക്യാഷ് ബുക്ക് പ്രധാനമായിട്ടും 5 തരമുണ്ട്. ഒന്നാമത്തേത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നത് സിമ്പിൾ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നു. ദെൻ രണ്ടാമത്തേത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അതിന് നമുക്ക് 2 കോളം ഉണ്ടായിരിക്കും. എമൗണ്ട് 2 കോളം ഓരോ സൈഡും. നമ്മുടെ ഫോർമാറ്റ് ഓഫ് അക്കൗണ്ട് ഓർമ്മിച്ചിരിക്കുക. അതിൽ എമൗണ്ട് കോളം നമ്മൾ എപ്പോഴും കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചിരുന്നത് എമൗണ്ട് 1 ആയിരുന്നു. പക്ഷെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് അവിടെ 2 എമൗണ്ട് കോളം വരും. ഒന്ന് ബാങ്കിനും മറ്റത് ക്യാഷിനും വേണ്ടിട്ട്. ഓക്കെ, ക്യാഷ് ആൻഡ് ബാങ്ക് കോളം അത് നമ്മൾ പഠിക്കും. ദെൻ മൂന്നാമത്തേത് എന്താണ്? 3 കോളം ക്യാഷ് ബുക്ക്. അവിടെ നമുക്ക് എമൗണ്ട് കോളം 3 കോളം ക്യാഷ് ബുക്കിൽ 3 എമൗണ്ട് കോളം വരും. 3 കോളം ക്യാഷ് ബുക്കിൽ നമുക്ക് 3 എമൗണ്ട് കോളം വരും. ആ 3 എമൗണ്ട് കോളം എന്തിനൊക്കെ വേണ്ടിയാണ്? ഒന്ന് ക്യാഷ് റെക്കോർഡ് ചെയ്യാൻ, 2 ബാങ്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ, മൂന്നാമത്തേത് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് സിംഗിൾ കോളം. ദെൻ നാലാമത്തേത് ഒന്നുണ്ട്, എന്താണ്? ക്യാഷ് ബുക്ക് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം. ക്യാഷ് ബുക്കിൽ എന്താ ഉള്ളൂ? ബാങ്ക് കോളം ഇല്ല. ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം മാത്രമേ ഉള്ളൂ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ 1 എമൗണ്ട് കോളമേ ഉള്ളൂ, ക്യാഷ് കോളം. ദെൻ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ 2 എമൗണ്ട് കോളം ഉണ്ട്, ഒരു ക്യാഷ് കോളവും ഒരു ബാങ്ക് കോളവും. ദെൻ 3 കോളം ക്യാഷ് ബുക്കിൽ 3 എമൗണ്ട് കോളം ഉണ്ട്, ക്യാഷ് ദെൻ ബാങ്ക് ഡിസ്കൗണ്ട് 3 എണ്ണം. ദെൻ ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട് കോളം, അവിടെ 2 എമൗണ്ട് കോളം. ദെൻ ലാസ്റ്റ് നമുക്കുള്ളത് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് നമുക്ക് ചെറിയ ചെറിയ ചെലവുകൾ വരുമ്പോഴേക്കും നമുക്ക് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? പെറ്റി ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതിൽ നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ളത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പഠിക്കാനുണ്ട്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിക്കാനുണ്ട് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക്. ഇത് 3 എണ്ണമാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, എങ്ങനെയാണ്, വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് വേറൊരു പേര് സിമ്പിൾ ക്യാഷ് ബുക്ക്. ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അവിടെ നമുക്ക് 1 എമൗണ്ട് കോളമേ ഉള്ളൂ. ആ എമൗണ്ട് കോളത്തിന് നമ്മൾ എന്ത് തയ്യാറാക്കുന്നു? ക്യാഷ്. ബിസിനസ് സ്ഥാപനത്തിൽ എന്തുമാത്രം ക്യാഷ് വന്നു, ദെൻ എന്തുമാത്രം ക്യാഷ് പോയെന്ന് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. എ ക്യാഷ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 കോളം ഫോർ എമൗണ്ട് ഓൺ ഈച്ച് സൈഡ് ഈസ് കോൾഡ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്കിൽ 1 എമൗണ്ട് കോളമേ ഉള്ളൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരൊറ്റ എമൗണ്ട് കോളമാണ് കാണുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് ഏത് ക്യാഷ് ബുക്കാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, അതല്ല എങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്. This type of cash book is almost like a ledger account. നമ്മുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് ഏതുപോലെ തന്നെയാണ്? ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്.
അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എന്തുമാത്രം റെസീറ്റ്സ് വരുന്നു അവയെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കും. എന്തുമാത്രം പേയ്മെന്റ്സ് നമ്മുടെ സ്ഥാപനം എന്തുമാത്രം ക്യാഷ് പോകുന്നു അവയെല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ആ കൃത്യമായിട്ട് നമ്മൾ നോക്കുക ആ ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ എന്ന് നമ്മൾ നോക്കുക. ആൻഡ് ഓൾസോ നമുക്ക് ചെക്ക് കൊടുത്തുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അവയും നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. കാരണം നമുക്കിവിടെ ബാങ്ക് കോളം പ്രത്യേകം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതും ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക എങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കേണ്ടത്. അതിന്റെ ഫോർമാറ്റ് ശരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലെഡ്ജർ അക്കൗണ്ട് പോലെ തന്നെയാണ്. എക്സ്ട്രാ ഒരു കോളം കൂടെ വരും. നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. Format of single column cash book. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞു ലെഡ്ജർ പോലെ തന്നെയാണ്. അതിന് നമ്മുടെ ടി ഫോം ആണ്. ലെഡ്ജർ പോലെ തന്നെ ഒരു ടി ഫോർമാറ്റ് ആണ്. രണ്ട് വശങ്ങളുണ്ടാവും, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് അവിടെ നമുക്ക് ഒരു എക്സ്ട്രാ കോളം കൂടെ വരുന്നുണ്ട് ലെഡ്ജർ അക്കൗണ്ടിനല്ലാതെ. ആദ്യം നമുക്ക് ഡേറ്റ് കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ദെൻ റെസീറ്റ് നമ്പർ കോളം വരുന്നുണ്ട്, ലെഡ്ജർ ഫോളിയോ വരുന്നുണ്ട്, എമൗണ്ട് കോളം. ഇവിടെയും അവിടെ അങ്ങനെ തന്നെയാണ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ദെൻ വൗച്ചർ നമ്പർ VN, ദെൻ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. നമുക്ക് അതെല്ലാം എഴുതാം. ഒന്നാമത്തെ കോളത്തിൽ എന്താ വരുന്നത്? ഡേറ്റ്. നമുക്ക് ഡേറ്റ് എഴുതണം. ദെൻ ഇവിടെ റെസീറ്റ് സൈഡ് ആണ്. ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡ് ഞാൻ പറഞ്ഞു. ഡെബിറ്റ് സൈഡ് പറഞ്ഞ പേര് റെസീറ്റ് സൈഡ്. എന്തുമാത്രം ക്യാഷ് നമുക്ക് വരുന്നു, റെസീറ്റ്സ്. അടുത്തത് നമ്മൾ പറഞ്ഞു റെസീറ്റ് നമ്പർ. നമുക്ക് റെസീറ്റ് നമ്മൾ പറഞ്ഞു എപ്പോഴും സോഴ്സ് ഡോക്യുമെന്റ് അനുസരിച്ച് മാത്രമേ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ആ സോഴ്സ് ഡോക്യുമെന്റിൽ റെസീറ്റ് ആണെങ്കിൽ അതിന് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തണം. ദെൻ ലെഡ്ജർ ഫോളിയോ. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് എമൗണ്ട്. ഞാൻ പറഞ്ഞു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരൊറ്റ എമൗണ്ട് കോളമേ ഉള്ളൂ. നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് അങ്ങനെ ഇവിടെ നമുക്ക് രണ്ട് എമൗണ്ട് കോളം വരും, രണ്ട് സൈഡും രണ്ട് എമൗണ്ട് കോളം വരും. പക്ഷെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഒരൊറ്റ എമൗണ്ട് കോളമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് വീണ്ടും ക്രെഡിറ്റ് സൈഡ്, ഡേറ്റ്, പേയ്മെന്റ്സ്. ഓക്കെ, ഓർമ്മിക്കാൻ മറന്നു പോയത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞ പേര് റെസീറ്റ് എന്നും ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞ പേര് പേയ്മെന്റ്. ദെൻ ഇവിടെ നമുക്ക് വൗച്ചർ നമ്പർ VN എന്നാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ദെൻ ലെഡ്ജർ ഫോളിയോ, ലാസ്റ്റ് എമൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കുക ഫോർമാറ്റ് ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്. ആദ്യം നമ്മളെ അക്കൗണ്ട് പോലെ തന്നെയാണ്, നമ്മുടെ സിമിലർ ടു ലെഡ്ജർ അക്കൗണ്ട്, വേറെ വ്യത്യാസമില്ല. റെസീറ്റ് നമ്പറും വൗച്ചർ നമ്പർ എന്നുള്ള രണ്ട് എക്സ്ട്രാ കോളമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഡെബിറ്റ് സൈഡ് നമ്മൾ റെസീറ്റ് സൈഡ് എന്ന് പറയുന്നു, ക്രെഡിറ്റ് സൈഡ് നമ്മൾ പേയ്മെന്റ് സൈഡ് എന്ന് പറയുന്നു. അപ്പൊ റെസീറ്റ് സൈഡ് നമുക്ക് എന്തൊക്കെയുണ്ട്? ഡേറ്റ്, അതായത് പർട്ടിക്കുലർ കോളം റെസീറ്റ്, ദെൻ റെസീറ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ദെൻ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ക്രെഡിറ്റ് സൈഡും അതുപോലെ തന്നെയാണ്. ഡേറ്റ്, പേയ്മെന്റ്. മാറിപ്പോയത് ഇവിടെ പർട്ടിക്കുലർ പേയ്മെന്റ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് പോവുകയാണെങ്കിൽ അവയെല്ലാം നമ്മൾ ഈ പേയ്മെന്റ് സൈഡ് നമ്മൾ എഴുതും. ദെൻ വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ക്വസ്റ്റ്യൻ നമുക്ക് തയ്യാറാക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ്, റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു താഴെ പറഞ്ഞ ട്രാൻസാക്ഷൻസ് നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നു. എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം? ഞാനിപ്പോ ഒരു ട്രാൻസാക്ഷൻ എഴുതുകയാണ്. എന്താണ്? 2004 ജാനുവരി 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 10,000. ഒന്നാമത്തെ ഞാനിപ്പോ ഇവിടെ ഫോർമാറ്റ് തന്നെ മതി. നമുക്ക് ഇതിൽ എങ്ങനെയാണ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക? ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യത്തെ ട്രാൻസാക്ഷൻ എഴുതാണ്. ക്വസ്റ്റ്യൻ ഒന്നാമത്തേത് സ്റ്റാർട്ടഡ് ജാനുവരി 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 10,000. 10,000 രൂപ കൊടുത്ത് നമ്മൾ ഒരു ബിസിനസ് ആരംഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്ത് വന്നു?
ക്യാഷ് വന്നു. ആണോ പിള്ളേരെ? ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ വന്നു, ക്യാഷ് വന്നു. അപ്പൊ നമ്മള് ആദ്യം ഹെഡിങ് കൊടുക്കും ക്യാഷ് ബുക്ക് എന്ന്. ഓക്കെ, ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ ഹെഡിങ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സിമ്പിൾ ആണ്. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എത്ര രൂപയാണ് വന്നത്? 10,000 രൂപ വന്നു. റെസീറ്റ് ആണ് അല്ലെ? ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ക്യാപിറ്റൽ ആയിട്ട് ക്യാഷ് വന്നു. നമ്മൾ ഡേറ്റ് എഴുതുന്നുണ്ട് ജാനുവരി 1. ക്യാപിറ്റൽ അല്ലെ? ബിസിനസ് സ്റ്റാർട്ടഡ് ചെയ്തു, അതിന്റെ ക്യാപിറ്റൽ കിട്ടി. എമൗണ്ട് എത്രയാണ്? 10,000. ഇവിടെ നമുക്ക് റെസീറ്റ് നമ്പർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതേണ്ടതാണ്. 6. ഓക്കെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പറഞ്ഞത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഓക്കെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ജാനുവരി 2. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹1,500. നമ്മള് 1,500 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി, ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മളിവിടെ നോക്കേണ്ടത്, നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് വരുന്നോ ക്യാഷ് പോകുന്നു. നമ്മളിപ്പോ അത് മാത്രമേ നോക്കുന്നുള്ളൂ. എന്തുമാത്രം ക്യാഷ് വരുന്നു, എന്തുമാത്രം ക്യാഷ് പോകുന്നു. ഇപ്പൊ നമുക്ക് ഫർണിച്ചർ വാങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1,500 രൂപ പോയി, പൈസ പോയി. ഓക്കെ, അപ്പൊ നമ്മള് പേയ്മെന്റ് സൈഡിൽ അല്ലെ, പേയ്മെന്റ് എന്ന് വെച്ചാൽ പൈസ പോകുന്നു, പേയ്മെന്റ് നടത്തുന്നു. അപ്പൊ നമ്മൾ 1,500 രൂപ പേയ്മെന്റ് നടത്തി, ഡേറ്റ് എഴുതുന്നു ജാനുവരി 2. ഫർണിച്ചർ അല്ലെ? ഫർണിച്ചർ വാങ്ങിയപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, പേയ്മെന്റ്. എന്താ കാരണം? ഫർണിച്ചർ വാങ്ങി ₹1,500. വൗച്ചർ നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഫർണിച്ചർ വാങ്ങി. ദെൻ 3-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. മൂന്നാമത്തെ എന്താണ്? ജാനുവരി 3. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2,000. 2,000 രൂപയ്ക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചു? സാധനങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, നമ്മൾ 2,000 രൂപയ്ക്ക് സാധനങ്ങൾ, ഗുഡ്സ് ആണ് വാങ്ങിയത്. സോ പർച്ചേസസ് അല്ലെ? സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ പർച്ചേസസ് ആണ്. സോ ഡേറ്റ് എഴുതുന്നു 3-ാം തീയതി. പർച്ചേസസ്. പേയ്മെന്റ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി. സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പൊ എത്ര രൂപയാണ് പോയത്? 2,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. മനസ്സിലാക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അടുത്ത നമ്മൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനം വിറ്റു. വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷ് നമുക്ക് വന്നു. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് കിട്ടി. 3,200 രൂപ നമ്മൾ എഴുതുകയാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. 4-ാം തീയതി സാധനം വിറ്റു. ജാനുവരി 4. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എത്ര രൂപയാണ്? 4,000 രൂപയ്ക്ക്. എത്ര രൂപയുടെ സാധനം നമ്മൾ വിറ്റത്? 4,000 രൂപയ്ക്ക് നമ്മൾ സാധനം വിറ്റു. ഇപ്പൊ സെയിൽസ് നടന്നു അല്ലെ? സെയിൽസ് നടന്നപ്പോ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വന്നു. ദാറ്റ് ഈസ് റെസീറ്റ്. വരുമ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നുണ്ടോ, സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടോന്ന്. വരുന്നുണ്ടെങ്കിൽ റെസീറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുക, പോകുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4,000. അപ്പൊ നമ്മൾ എഴുതാൻ ഡേറ്റ് 4-ാം തീയതി. സെയിൽസ് അല്ലെ? സെയിൽസ് നടത്തി. സെയിൽസ് നടത്തി നമുക്ക് എത്ര രൂപ കിട്ടി? 4,000 രൂപ നമുക്ക് സെയിൽസ് നടത്തി കിട്ടി. അടുത്ത നമ്മൾ ട്രാൻസാക്ഷൻ ജാനുവരി 10-ാം തീയതി ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. 10-ാം തീയതി ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ബാങ്കിൽ ക്യാഷ് കൊടുക്കണം അല്ലെ? ബാങ്കിൽ നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു 3,000 റുപ്പീസ് കൊടുത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ? പറ. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് വരുന്നോ ക്യാഷ് പോകുന്നോ? അതെ, നമ്മൾ ബാങ്കിലേക്ക് പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നു. ബാങ്ക് എത്രാം തീയതിയാണ്? 10. ബാങ്കിലേക്ക് നമ്മൾ പേയ്മെന്റ് നടത്തുന്നു. എത്ര രൂപ? 3,000 റുപ്പീസ്. ഇപ്പൊ നോക്കുക, ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ക്യാഷ് റെസീറ്റ് ആണെങ്കിൽ, സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നുണ്ടെങ്കിൽ അത് റെസീറ്റ് സൈഡും, സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ അത് പേയ്മെന്റ് സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരിട്ട് തന്നെ നമ്മൾ ജേർണൽ എൻട്രി തയ്യാറാക്കാതെ തന്നെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ടൈം ഇതിനെ റെക്കോർഡ് ചെയ്തത് കൊണ്ടും ഇതൊരു ഫോർമാറ്റ് ലെഡ്ജർ ഫോർമാറ്റിൽ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് എ ലെഡ്ജർ ആൻഡ്
ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് എ ജേർണൽ ആൻഡ് ലെഡ്ജർ നമ്മൾ പറയുന്നത്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 11-ാം തീയതി ക്യാഷ് സെയിൽസ്. എന്താണ് 11-ാം തീയതി സംഭവിച്ചത്? ക്യാഷ് സെയിൽസ്. സാധനം വിറ്റു, ക്യാഷ് വന്നു. ക്യാഷ് സെയിൽസ് മീൻസ് പൈസക്ക് സാധനം വിറ്റു. ഓക്കെ, എത്ര രൂപയാണ് ക്യാഷ് സെയിൽസ്? 4100. 4100 രൂപയ്ക്ക് സാധനം വിറ്റു, ക്യാഷ് കിട്ടി. ക്യാഷ് സെയിൽസ്. ഓക്കെ മക്കള്, അപ്പൊ നമുക്ക് ക്യാഷ് സെയിൽസ് 11-ാം തീയതി സെയിൽസ് നടത്തി. നമ്മൾ വീണ്ടും സെയിൽസ് നടത്തി. എമൗണ്ട് എത്രയാണ്? 4100. ദെൻ പെയ്ഡ് ഫോർ സ്റ്റേഷനറി. അടുത്ത നമുക്ക് നടന്ന ട്രാൻസാക്ഷൻ 15-ാം തീയതി പെയ്ഡ് ഫോർ സ്റ്റേഷനറി. 15 പെയ്ഡ് ഫോർ സ്റ്റേഷനറി. സ്റ്റേഷനറിക്ക് നമ്മൾ പൈസ കൊടുത്തു, പേയ്മെന്റ്. അപ്പൊ എവിടെ കാണിക്കും നമ്മള്? പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എത്ര രൂപയാണ്? 150 രൂപ. നമ്മുടെ കയ്യിൽ 150 രൂപ പോയി സ്റ്റേഷനറിക്ക് വേണ്ടി. ഡേറ്റ് 15 എഴുതി നമ്മൾ ഇവിടെ സ്റ്റേഷനറി പെയ്ഡ് ഫോർ സ്റ്റേഷനറി 150 രൂപ നമ്മൾ പേയ്മെന്റ് നടത്തി. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന് പൈസ പോകുന്നു. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ വായിച്ചു നോക്കുമ്പോൾ സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെസീപ്റ്റ് സൈഡ് എഴുതുന്നു. സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ അത് പേയ്മെന്റ് സൈഡ്. അടുത്തത് പെയ്ഡ് റെന്റ്. 21-ാം തീയതി പെയ്ഡ് റെന്റ്. പെയ്ഡ് റെന്റ് എമൗണ്ട് 300. 300 രൂപ നമ്മൾ വാടക കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ആണോ? പെയ്ഡ് റെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് റെന്റ് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. സോ നമ്മൾ എവിടെ കാണിക്കും? കയ്യിൽ ക്യാഷ് വന്നോ? റെസീറ്റ് ആണോ? അല്ല, അത് പേയ്മെന്റ് ആണ്. ഡേറ്റ് എഴുതുക 21. റെന്റ് എന്ന് കൊടുത്ത് നമ്മൾ 300 രൂപ അവിടെ കാണിക്കും. ഓക്കെ, മനസ്സിലാകുന്ന. അടുത്ത് റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 22-ാം തീയതി നമുക്ക് കമ്മീഷൻ കിട്ടി. റിസീവ്ഡ് കമ്മീഷൻ കിട്ടി നമുക്ക്. അപ്പൊ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് വന്നു, 400 രൂപ വന്നു. അപ്പൊ നമ്മൾ അത് എവിടെ കാണിക്കും? റെസീറ്റ് സൈഡ് കാണിക്കോ, പേയ്മെന്റ് സൈഡ് കാണിക്കോ? കമ്മീഷൻ കിട്ടി, സ്ഥാപനത്തിലേക്ക് ക്യാഷ് വന്നു, അത് റെസീറ്റ് സൈഡ് നമ്മൾ കാണിക്കുന്നു. ഡേറ്റ് 22. കമ്മീഷൻ എത്ര രൂപയാണ്? 400 റുപ്പീസ്. മനസ്സിലായല്ലോ? അപ്പൊ കമ്മീഷൻ നമുക്ക് കിട്ടി, 400 രൂപ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വന്നു. ദെൻ പെയ്ഡ് ടു പ്രകാശിന് നമ്മൾ പൈസ കൊടുത്തു. പ്രകാശിന് പൈസ കൊടുത്തപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് ടു പ്രകാശിന് നമ്മൾ പൈസ കൊടുത്തു. ഡേറ്റ് 25. അപ്പൊ അത് പൈസ പോയി, നമ്മുടെ സ്ഥാപനത്തിൽ പൈസ പോകുന്ന പേയ്മെന്റ് ആണ്. ഡേറ്റ് 25. പ്രകാശ് എന്ന് കാണിക്കുന്നു. എമൗണ്ട് എത്ര രൂപയാണ് പ്രകാശ് നമ്മൾ കൊടുത്തത്? 500 റുപ്പീസ് 500. അപ്പം പെയ്ഡ് ടു പ്രകാശ് റുപ്പീസ് 500, 500 നമ്മൾ ഇവിടെ എഴുതുന്നു. അപ്പൊ ഇതേപോലെ എത്ര ട്രാൻസാക്ഷൻസ് ആണെങ്കിലും ഇപ്പൊ സാലറി കൊടുത്തിട്ടുണ്ടാകാം, ദെൻ ആരുടെയെങ്കിലും നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവാം. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് റെസീറ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കുക, പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കാണിക്കും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്താൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്തു അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ലെഡ്ജർ അക്കൗണ്ട് ബാലൻസിങ്ങിനെ കുറിച്ച്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഏതാണ് കൂടുതൽ ഏതാണ് വലുത്. അതിനുശേഷം നമ്മൾ ബാലൻസ് ക്യാരി ഡൗണും ബാലൻസ് ബ്രോഡ് ഡൗണും ഒക്കെ എഴുതി നമ്മൾ അക്കൗണ്ട്. എപ്പോഴും ഓർമ്മിക്കുക, ക്യാഷ് ബുക്ക് മിക്കവാറും സമയങ്ങളിൽ ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും, ക്രെഡിറ്റ് സൈഡ് കുറവായിരിക്കും. മിക്കവാറും, എപ്പോഴും അല്ല, മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ക്യാഷ് ബുക്ക് ഡെബിറ്റ് സൈഡ് കൂടുതലായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ദെൻ ക്രെഡിറ്റ് സൈഡ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കാം. ഡെബിറ്റ് സൈഡ് നമുക്ക് 10,000, 14, 18, 18,500. അപ്പൊ ഡെബിറ്റ് സൈഡ് കൂട്ടിയപ്പോ നമുക്ക് കിട്ടി 18,500. Then നമുക്ക് ഇവിടെ കൂട്ടി നോക്കാം. 1,500, 3,500, 6,500, then 7,000, 7,450. ഇവിടെ നമ്മൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. 7,450 എന്ന് കിട്ടി. അപ്പൊ ഏതാണ് കൂടുതൽ? 18,500. ഓക്കെ, നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം ഏറ്റവും വലുത് ഏതാണ്? വലുത് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആണ് വലുത്. അത് നമ്മൾ രണ്ട് വശവും എഴുതുന്നു. 18,500 അണ്ടർലൈൻ ചെയ്തു. രണ്ട് വശത്തും നമ്മൾ ബാലൻസ് ചെയ്യാൻ അറിയാന്ന് വിചാരിക്കുന്നു. 18,500. ദെൻ നമുക്ക് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 18,500 ഡിഫറൻസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും?
11,050 നമുക്ക് ബാലൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെയാണ് കുറവ്. ഏത് വശത്താണോ കുറവ് അവിടെ നമ്മൾ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഡേറ്റ് ആ മന്ത് എൻഡ് ആണ്. ഇപ്പൊ ജാനുവരി ആണെങ്കിൽ ജാനുവരി 31st ബാലൻസ് ക്യാരിഡ് ഔട്ട് 11,050 എഴുതുക. അക്കൗണ്ട് കഴിഞ്ഞു, ബാലൻസ് ക്യാരിഡ് ഔട്ട് കഴിഞ്ഞു. അടുത്ത മാസം നമ്മൾ ആദ്യം ഫെബ്രുവരി 1st. ഓക്കെ, ഫെബ്രുവരി 1st നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? ബാലൻസ് എത്രയാണ്? 11. ഇവിടെ നമുക്ക് എഴുതുക നിങ്ങൾ കൃത്യമായിട്ട് 11,050. എങ്ങനെയാണ് റെസീറ്റ് നമ്മൾ ക്യാഷ് ബുക്ക് പഠിച്ചത്? ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക് ഈസിയാണ്, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ബാങ്ക് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ, ഇപ്പൊ നമുക്ക് ചെക്ക് കൊടുത്ത് പേയ്മെന്റ് നടത്തുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമുക്ക് തരേണ്ട ക്യാഷ് ചെക്കായി തരണമെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ട്ലി പെയ്ഡ് ടു ബാങ്ക്, ഒന്നുകിൽ നമുക്ക് ക്യാഷ് തരേണ്ട കസ്റ്റമേഴ്സ് നേരിട്ട് ബാങ്കിലേക്ക് പൈസ അടയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു എക്സ്ട്രാ കൂടെ പഠിക്കേണ്ടതായി വരും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സിമ്പിൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ ക്യാഷ് ബുക്കിൽ ഇത്രേ പഠിക്കുന്നുള്ളൂ. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്യാഷ് ബുക്കാണ്. സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും, ക്യാഷ് റെസീറ്റ്സും ക്യാഷ് പേയ്മെന്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ക്യാഷ് ബുക്കിൽ. അതിൽ നമ്മൾ റെസീറ്റ് ഇവിടെ തയ്യാറാക്കി, പേയ്മെന്റ് എല്ലാം നമ്മൾ അപ്പുറത്ത് എഴുതി, അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുക. ബാലൻസ് കണ്ടുപിടിച്ചിട്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എക്സാമ്പിളോടെ പഠിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.